ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോയാണ് വണ്ടി. വണ്ടി ടെസ്റ്റ് വർക്കായിട്ട് നമ്മൾ കയറ്റിയതാണ് കേട്ടോ. ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഭാഗങ്ങളെല്ലാം തന്നെ അഴിച്ചിട്ട് ക്ലിയറായിട്ട് അടിക്കുന്നുണ്ട്. അതായത് എഞ്ചിൻ അടക്കം ഇറക്കി ചേസ് ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട്. വീൽ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഇത് കൂടാതെ കൊണ്ട് നമുക്കുണ്ടല്ലോ 1-2 കംപ്ലയിൻസുകൾ വേറെ അഡീഷണൽ വരുന്നുണ്ട്. നമുക്കിവിടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പിൻ്റെ പ്ലേറ്റിംഗ് ഒക്കെ പോയിക്കുന്നുണ്ടോ. ശരിക്കും ഈ ഷോക്ക് അബ്സറിൻ്റെ ഇവിടുത്തെ പ്ലേറ്റിംഗ് പോയിട്ടാണ് ഓയിൽ ലീക്ക് ആരംഭമാണത്. ഇപ്പം നിലവിൽ പ്രശ്നം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കയറ്റുമ്പോൾ കാര്യമായ രീതിയിൽ ഓയിൽ ലീക്ക് വരും. അതേപോലെ തന്നെ അത്രയും തന്നെ ഉണ്ട് ഈ പൈപ്പിനും. പക്ഷേ ഇതുമ്മേക്ക് പ്ലേറ്റിങ് അത്രയും അങ്ങോട്ട് ഈ സൈഡും പോയിട്ടുണ്ട്. ഇവിടെയും പോയിരിക്കണം കേട്ടോ. ഈ സൈഡിലെയും 2 എണ്ണത്തിൻ്റെയും പ്ലേറ്റിങ് പോയിരിക്കണേ. അപ്പോൾ 2 ഫോർക്ക് പൈപ്പും അതിൻ്റെ ഓയിൽ സീൽ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. കൂട്ടത്തിൽ കൂടെ നമ്മളത് അഴിക്കുമ്പോൾ ഹാൻഡിലിൻ്റെ ഇവിടെ വന്ന ബെയറിങ് കൂടി കോൺസെപ്റ്റ് എന്ന് പറയും, അതും കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ എഞ്ചിനുമായി, കാരണം ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അപ്പോൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ പിന്നീട് അതൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് അഴിക്കേണ്ടി വന്നാൽ അതിൽ കൂടുതൽ നഷ്ടമാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്തു പോകണമായിരിക്കും ബെറ്റർ കേട്ടോ. ഇതിൻ്റെ 2 ഫോർക്ക് പൈപ്പ് മാറേണ്ടി വരും. ഓയിൽ സീൽ വിത്ത് ഓയിൽ കാര്യങ്ങൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. കോൺസെപ്റ്റും കൂടി മാറ്റിയിടാം. പിന്നെ നമുക്ക് ഈ ഗ്രീഷ് സ്വിച്ചിൻ്റെ കോൺടാക്റ്റൊക്കെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ ചേസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചേസിൻ്റെ 1-2 സ്ഥലങ്ങളിൽ നമുക്ക് വെൽഡിങ് വരുന്നുണ്ട്. ചേസിൻ്റെ ആ എഞ്ചിൻ ഫൗണ്ടേഷൻ വന്ന ഭാഗത്തൂടെ വെൽഡിങ് ഒക്കെ വിട്ടിരിക്കണേ. ചേസിൻ്റെ ഈ ഭാഗമൊക്കെ വിട്ടേക്കാണ് ഇതണ്ട. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെൽഡ് ചെയ്തിട്ടേ വെൽഡ് ചെയ്തതിന് ശേഷം സ്ട്രെങ്തനിങ് ചെയ്തിട്ടാണ് പെയിൻറ്റിങ്ങിലേക്ക് വിടുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അത്യാവശ്യം എല്ലാ ഭാഗം നമ്മൾ നോക്കും കേട്ടോ. വാഷിങ് കഴിയുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. പിന്നെ ഈ ടാങ്ക് പിടിപ്പിക്കുന്ന ഈ ഭാഗത്തൊക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബലപ്പെടുത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു തകിട് എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. ഇവിടെ ചേസിൻ്റെ ഈ ഭാഗം പോയിട്ട് ആദ്യം ചെയ്തേക്കണമാണത്. അത് നോക്കി അത്രയും ചെയ്താൽ മതി. ചേസുമായി ബന്ധപ്പെട്ട അത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് തന്നെ. പിന്നെ നമുക്ക് അതിൻ്റെ അഴിച്ചിക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ കാർബറേറ്റർ അതിനോടനുബന്ധിച്ച് വന്ന സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഈ ബാറ്ററിയുടെ കണ്ടീഷൻ, ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. അതിൻ്റെ വോൾട്ടൊന്നും കാണിക്കില്ല കേട്ടോ, ഒട്ടും ഇല്ല അതിനകത്ത്. അപ്പോൾ ടെസ്റ്റിന് അതുമായി ബന്ധപ്പെട്ട് ഇതൊന്നും വന്നില്ല. വേണമെങ്കിൽ നമുക്ക് ബാറ്ററി വെക്കണമെങ്കിൽ വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബാറ്ററി വെച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു കൺവെർട്ടർ യൂണിറ്റ് വെച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഹെഡ്ലൈറ്റിനൊക്കെ അല്ലെങ്കിൽ വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തെങ്കിലും നോക്കാം. ബാറ്ററി വെക്കുകയാണെങ്കിൽ ബാറ്ററി അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ ഈ ഗ്ലാസ്, ഈ ടോപ്പിലത്തെ തന്നെ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് മാറ്റും. മീറ്റർ വർക്കിംഗ് ആക്കാം. പ്രശ്നങ്ങൾ അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ ഫ്യൂൽ ടാങ്കാണത്. ഫ്യൂൽ ടാങ്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ ഉണ്ടല്ലോ, ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുണ്ട്. അതേപോലെ ഈ ടാങ്കിൻ്റെ ഈ അടിയിൽ വന്ന ഫൗണ്ടേഷൻ, ആ ചേസുമായി ബന്ധപ്പെട്ട് വന്ന ഭാഗം ഓൾറെഡി പൊട്ടിയിരിക്കണമെന്ന് ഈ കാണുന്നത് കേട്ടോ. അത് നമ്മളൊന്ന് ശരിക്കും നല്ല രീതിയിലൊന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമൊക്കെയാണ് പെയിൻറ്റിങ്ങിലേക്ക് ഇടുള്ളൂ. അതേപോലെ തന്നെ ഈ വന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ലോണം നമുക്ക് കുറേ പശയൊക്കെ ഇടക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും ചിരണ്ടി കളഞ്ഞിട്ട് EM വെച്ചിട്ട് ലെവൽ ചെയ്യേണ്ട കേസ് EM വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ബലപ്പെടുത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഫൈബർ ബോഡി എന്ന് പറയുന്നത് നമുക്ക് എല്ലാം തന്നെ, ഫ്രണ്ട് മൺഗാർഡ് മാത്രമാണ് എനിക്ക് നോക്കിയിട്ട് പൊട്ടാത്തതായിട്ടുള്ളൂ. ബാക്കിയത്തെ എല്ലാ സാധനം തന്നെ പൊട്ടിയേക്കാം. ബാക്കിലത്തെ കവർ സെറ്റ് ഫുള്ള് പോയേക്കാണ്, സൈഡ് കവറുകൾ പൊട്ടിയേക്കാണ്, ഫ്രണ്ട് വൈസർ പൊട്ടിയിട്ട് ടൈ ഇട്ടൊക്കെ നിർത്തിയാണ് കേട്ടോ. അപ്പോൾ അത് അത്രയും ഭാഗങ്ങൾ നമ്മൾ നോക്കണം. കാരണം വെച്ചാൽ ഇതൊക്കെ അത്യാവശ്യം കിട്ടുന്നത് നമുക്ക് സെക്കൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. വൈസർ മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ പുതിയത് മേടിച്ച് വയ്ക്കേണ്ടി വരും. അതായിരിക്കണം പീസ് കേട്ടോ. അത് പുതിയത് എന്തെങ്കിലും മേടിച്ച് വയ്ക്കേണ്ടി വരും. കാരണം അതെന്തെങ്കിലും സാധാരണ കിട്ടാറില്ല. ബാക്കിയതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാം. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ വേറെ നിലവിലൊന്നും പ്രോബ്ലംസായിട്ട് നിലവിലൊന്നുമില്ല. പിന്നെ ബാക്കിയത്തെ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്ത് വന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് വണ്ടി കയറാൻ വൈകണേൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ടേൺ അനുസരിച്ചിട്ടാണ് വണ്ടി പെയിൻറ്റിങ്ങിലേക്ക് കയറാം. അപ്പോൾ അവർ അവിടെ നിന്ന് നമ്മുടെ ടേൺ ആവാതെ കൊണ്ട് പറയാതെ നമ്മൾ കയറ്റി വെറുതെ അഴിച്ചിട്ട് കയറി ചെല്ലുമെന്ന് വെച്ചിട്ടാണ് വണ്ടി ഡിലേ വന്നേക്കണം കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വർക്കിൽ കയറും. ഈ പറഞ്ഞ രീതിയിൽ കൂടെ ചിലപ്പോൾ 1-2 വ്യത്യാസമൊക്കെ വന്നേക്കാം, 1-2 ദിവസം വ്യത്യാസമൊക്കെ വന്നേക്കാം. എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങും നമുക്ക് കേട്ടോ. പെയിൻറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഓൾറെഡി നമുക്ക് അതനുസരിച്ചിട്ട് കൊണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കേസാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടോ കേട്ടോ. അപ്പം നോക്കിയാലേ പിന്നെ എന്തെങ്കിലും കേസ് പറയാനോ വിട്ടു അങ്ങനെ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് ഇൻഫോം ചെയ്തേക്കണം. വാട്സാപ്പിൽ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു കണ്ണാടിയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലൊരു കണ്ണാടി പോയേക്കണതാണ്. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ. വെൽഡിങ്ങിൻ്റെ ചേസ് വെൽഡിങ് വന്നുണ്ട്, ടാങ്കിൻ്റെ വെൽഡിങ്ങും വന്നുണ്ട്, സോൾഡറിങ്ങും വന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ബാക്ക് പോർഷനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ചെറിയൊരു ചിലക്കൊക്കെ ഉണ്ട്. അതും തട്ടി ലെവൽ ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലോഡ് എന്തോ കയറ്റി വെക്കേണ്ടത് അതുകൊണ്ട് വന്നാണ്. അത് മുട്ടി നോക്കാം. മുട്ടി ലെവൽ ചെയ്തിട്ട് കുറച്ചെന്തെങ്കിലും പൊട്ടിയിടേണ്ടി വരും. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ തരും കേട്ടോ.